നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെരുന്നാളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൈദരാബാദി ചിക്കൻ കറിൻ്റെ റെസിപ്പിയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1.5 കിലോ ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയും വേണം. ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. തക്കാളിക്ക് പകരം നമ്മൾ ഈ ഒരു ചിക്കൻ വെന്തതിന് ശേഷം ഒരു ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കനിലേക്ക് 1/2 കപ്പിൻ്റെ അടുത്ത് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് ചുരുങ്ങിയത് ഒരു 15 മിനിറ്റെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് കറിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പിനടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള 3 സവാള ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനിത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിയിലേക്ക് കറിവേപ്പിലേൻ്റെ ഒന്നും ആവശ്യമല്ല കേട്ടോ. പക്ഷേ വീട്ടിലുള്ളപ്പോൾ നമ്മൾ ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കറിവേപ്പില ചേർത്തിട്ടില്ലെങ്കിൽ അതൊരു ഇതല്ലേ. അപ്പോൾ നേരത്തെ ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുക. ഇനി ചിക്കനിലേക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ കുറച്ച് ഇടേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിക്കാൻ വേണ്ടത്. ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേറെ കൂടുതൽ വെള്ളം വേണ്ട കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിക്കാം. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പകുതി വെന്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇട്ടിട്ടുള്ളത് നല്ല നാടൻ മുളകും പൊടിയാണ് കേട്ടോ. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ലൊരു കളറും കിട്ടും. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ചിക്കൻ വേവാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ അത് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ടൊമാറ്റോ സോസാണ്. നല്ല പഴുത്തിട്ടുള്ള തക്കാളി ഉണ്ടായിരുന്നപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ തക്കാളി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് ചിക്കൻ വെന്തതിന് ശേഷം ഈ ഒരു ടൊമാറ്റോ സോസാണ് ഞാൻ ചേർക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുപ്പി മുഴുവനെ ഈ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോന് വല്ല സ്നാക്കോ ഇനി അത് രാവിലെ ചിലപ്പോൾ ദോശയൊക്കെ ആണെങ്കിൽ ചട്നീൻ്റെ കൂടെ ഈ ഒരു സോസൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. ഇപ്പോൾ ഏതായാലും ഈ കുപ്പിൻ്റെ ഒരു 1/4 ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇനി വീണ്ടും ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കണം. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സോസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറി റെഡി. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്ച്ചോറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുമല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് ആക്കണം എന്നുള്ള രീതിയിൽ ഇന്ന് നെയ്ച്ചോറും ഈ ഒരു ഹൈദരാബാദി ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെയ്ച്ചോറൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന റെസിപ്പി അല്ലേ. ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രൈഡ് റൈസ് ആയാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെയ്ച്ചോറും ഇതാ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എല്ലാം ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ വേറെ പാത്രത്തിലൊന്നും ആക്കി വെച്ചിട്ടില്ല കേട്ടോ. വെച്ച പാത്രം ഉൾപ്പെടെ ആ ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഫുഡ് കഴിച്ച് പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കുട്ടികളായിട്ടൊക്കെ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഈ ഒരു കൊറോണ സമയത്ത്. അപ്പോൾ വേഗം എടുത്ത് വരണം എന്നുള്ള ഉദ്ദേശത്തിൽ വേഗം ഫുഡ് കഴിച്ചും കണ്ട് പോകണം എന്നുള്ള ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇതാ ചിക്കനും നെയ്ച്ചോറും പപ്പടവും പിന്നെ തൈരും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാനും ഫുഡ് കഴിക്കട്ടെ. ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഒന്ന് ഈ ഒരു ഹൈദരാബാദി ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്.
സത്യം പറഞ്ഞാൽ ഒരു വർഷത്തിലേറെ ഏകദേശം 1.5 വർഷത്തിനടുത്തായി ഞാനിവിടെ നാട്ടിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട്. അപ്പോൾ ഏത് ഷോപ്പിലേക്കാണ് പോകേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ച് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം KMTയിലേക്ക് പോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. പെരിന്തൽമണ്ണ KMTയിലേക്ക് പോകണം. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഫുഡ് അങ്ങാടി ഉണ്ടല്ലോ, ഫുഡ് അങ്ങാടിയിൽ നല്ല ഷോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്കും പോകണം എന്നുള്ള ഉദ്ദേശമുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുള്ളത്. അപ്പോൾ ആദ്യം മെറ്റീരിയലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ KMTയിലേക്കാണ് പോയിട്ടുള്ളത്. അവിടുന്ന് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്കിവിടെ കിട്ടും. അത് എല്ലാവർക്കും അറിയുന്ന, ഈ ഒരു പെരിന്തൽമണ്ണ ഉള്ളവർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമായിരിക്കും. ഞാനിങ്ങനെ ടോപ്പൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3 പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. തയ്ച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കുന്നതൊക്കെ ഈ ഒരു ചേച്ചി അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഒരു നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ കുട്ടികളിട്ട് പോരാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട്. പക്ഷേ പെരുന്നാളൊക്കെ അല്ലേ, എങ്ങനെ പോരാതിരിക്കുക. ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി എന്തായാലും പുറത്തേക്ക് ഇറങ്ങി തന്നെ വേണം. നല്ല തിരക്കുമായിരുന്നു. പിന്നെ ഡ്രസ്സൊന്നും അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു പെരിന്തൽമണ്ണയൊക്കെ. അങ്ങനെ ഡ്രസ്സൊക്കെ കിട്ടിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടുന്ന് KMTയിൽ നിന്ന് തന്നെ നമ്മൾ എസ്കേപ്പ് ആയിട്ടോ. അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഷോപ്പിലേക്ക് പോകണം. അവിടെ നിന്നാണ് ഞാൻ 2 ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ KMTയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ പോവാണ്. മക്കൾക്കൊക്കെ പിന്നെ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്കൊന്നും ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് പോകുന്ന പെരിന്തൽമണ്ണ ബൈപ്പാസ് ഫുഡ് അങ്ങാടി എന്ന് പറയും. അവിടെ ഒരു ഹൈ ഫാഷൻ എന്നുള്ള ഷോപ്പിലേക്കാണ് പോയിട്ടുള്ളത്. ഈ ഷോപ്പ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ 1 വർഷം ആയിട്ടുണ്ടാവും ഇത് ഓപ്പൺ ആക്കിയിട്ട്. ഇതിലേക്ക് ഞാൻ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു. ഇട്ടാൽ നല്ല ലുക്കുള്ള അടിപൊളി ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് സെമി സ്റ്റിച്ച് ആയിരുന്നു, ഒന്ന് റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു ചുരിദാർ സെറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പോരാത്തതിന് മോനുണ്ട്. അപ്പോൾ അവനെയും പിടിച്ചിട്ട് ഈ ഒരു ക്യാമറ ഇങ്ങനെ പിടിക്കേണ്ട, അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ 2-3 മണിക്കൂർ കൊണ്ടെല്ലാം എടുത്ത് പോരേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. 5:30 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇനി മോനെ നല്ല വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ അവിടുന്ന് ഷവർമയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണി നേരമായപ്പോൾ അവന് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിസ്സ അതിലേക്ക് ഉണ്ടാക്കി കൊടുക്കാം. ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പിസ്സൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ കാണിക്കാം. ഒരു 4 മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനോ കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ പാല്, അതൊരു 4-5 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് വലിയുള്ളി, തക്കാളി, ക്യാപ്സിക്കം ഇത്രയാണ് എടുക്കുന്നത്. അതൊന്ന് അരിഞ്ഞെടുക്കുകയും വേണം. അങ്ങനെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മുട്ടൻ്റെ മിക്സിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു പാനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ് ഇതുപോലെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു സൈഡ് വേവിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതാ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്രേറ്റർ 20 വർഷം മുമ്പത്തെ ഒരു ഗ്രേറ്ററാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രേറ്ററാണ്. പണ്ടൊക്കെ ഇതിലായിരുന്നു ഇത്ര ക്യാരറ്റും ഒക്കെ അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിരുന്നത്. ഇപ്പോൾ പിന്നെ വേറെയല്ലേ. അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ഗ്രേറ്റർ. നമുക്ക് പെട്ടെന്നൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ഉഷാറാണ്. അപ്പോൾ അതാ ഒരു സൈഡ് ആയതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കമഴ്ത്തി തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ ചീസും ഒറിഗാനും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ.
അപ്പോൾ ആ ചീസൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്രെഡ് പിസ്സ റെഡിയാവും. ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. ഈ ഒരു 4 മണി നേരങ്ങളിലൊക്കെ നമുക്ക് മക്കൾക്ക് ചായൻ്റെ കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് പിസ്സ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ബൂസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി പിന്നെ ഇവിടുത്തെ ഉപ്പാക്ക് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതുതായി നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വ്ളോഗായിട്ടോ ഇൻഷാ അല്ലാ നമുക്ക് കാണാം. താങ്ക് യു.